ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 18-ാം സങ്കീർത്തനം 17-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-17. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. പ്രിയരെ, ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക വിടുതലിൻ്റെ ആഴത്തെ ഓർത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും. ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ശത്രു എത്ര ബലവാനാണെങ്കിലും, ശത്രുവിന് എത്ര ശക്തിയുണ്ടെങ്കിലും, ഒരു മാത്രം അവൻ്റെ അടുക്കലെത്തി എന്നല്ല, ശത്രു അടുത്തു വന്നു എന്നല്ല, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടതുപോലെയുള്ള ഭാരമേറിയ അവസ്ഥകൾ ഇല്ലാതാക്കുവാൻ, തകർക്കുവാൻ, നശിപ്പിക്കുവാൻ വേണ്ടി ശത്രു പിടിച്ചതുപോലെയുള്ള അവസ്ഥകൾ. ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ആ നിലയിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? രോഗമാകാം, കടഭാരമാകാം, വലിയ ബാധ്യതകളാകാം, ഏതോ ആകട്ടെ, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്. എങ്ങനെയുള്ള ശത്രു? ബലമുള്ള ശത്രു. അനുകൂലമായ സാഹചര്യമേ അല്ല, എല്ലാം പ്രതികൂലം. ശത്രു ബലവാനാണ്. എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും. അടുത്ത കാര്യം, എന്നെ സ്നേഹിച്ചവരല്ല, എന്നെ പകച്ചവർ, ഒറ്റപ്പെടുത്തിയവർ, കുറ്റം പറഞ്ഞവർ, നിന്ദിച്ച് മാറ്റി നിർത്തിയവർ, സമൂഹത്തിൻ്റെ നടുവിൽ എന്നെ നിന്ദിച്ചവർ, എന്നെ പകച്ചവർ. ഈ രാവിലെ ഇങ്ങനെയുള്ള മാനസിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഒരു ദൈവിക വിടുതലിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പകച്ചവരുടെ പക്കൽ നിന്നും, ആമേൻ, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഈ പ്രഭാതത്തിൽ കേൾക്കുക, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത. എത്ര വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നും വിടുവിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. വാക്യം എഴുതിയിരിക്കുന്നു, അവർ എന്നിലും ബലമേറിയവരായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കടന്നുപോയ പ്രതിസന്ധികൾ, എന്നെ പിടിക്കുവാനും തകർക്കുവാനും ശ്രമിച്ച ശത്രുവിൻ്റെ കരം ഒരു സാധാരണ കരമായിരുന്നില്ല. എനിക്കുള്ള കഴിവുകളെക്കാൾ, എൻ്റെ ശക്തിയേക്കാൾ ബലമേറിയ ശത്രു എന്നെ പിടിച്ചു വയ്ക്കുവാനായി തുടങ്ങി. പക്ഷേ എന്നെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ശത്രുവിൻ്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക വിടുതലിൻ്റെ കരം ചലിക്കപ്പെടട്ടെ. നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ പിടിച്ച കാരാഗൃഹത്തിനകത്ത് അടയ്ക്കുവാനിടയായി തീർന്നു. അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16-25 വാക്യം എഴുതിയിരിക്കുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗൃഹത്തിനകത്ത് ദൈവത്തെ ആരാധിച്ചെന്ന്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ സ്തോത്രം പറയാൻ മറന്നു പോകുമ്പോൾ, പാട്ടുപാടാൻ മറന്നു പോകുമ്പോൾ, ആരാധനാ സ്ഥലത്ത് കയറിയിരുന്നാൽ പോലും ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കാനോ തിരുവചനം പ്രസംഗിക്കുവാനോ കഴിയാതെ മനസ്സ് തളർന്ന് ക്ഷീണിച്ചു പോകുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, കടുകട്ടിയായ പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിൽ വന്നിട്ടും കാരണമില്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് കാരാഗൃഹത്തിനകത്ത് അപ്പോസ്തലന്മാരെ പിടിച്ചടച്ചെങ്കിലും അടുത്ത പ്രഭാതം ജീവനോടെ കാണുമോ എന്ന് അറിയത്തില്ല. നമുക്കറിയാം, പ്രധാനപ്പെട്ടതാണല്ലോ ജീവിക്കുക എന്നുള്ളത്. ആമേൻ. ജീവിതം പോലും വെല്ലുവിളിയായിട്ട് കിടക്കുമ്പോൾ, അന്ന് രാത്രി, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും കാരാഗ്രഹത്തെ ആരാധനയുടെ ഇടമാക്കി മാറ്റി.
അങ്ങനെയുള്ള ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, മനസ്സ് തകർന്നിരിക്കുമ്പോൾ, പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ശത്രു പ്രബലനായി എന്തും ചെയ്യാൻ മടിയില്ലാതെ നിൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ കണ്ണടച്ച് സ്തോത്രം പറയാൻ, സുവിശേഷീകരണത്തിനകത്ത് പങ്കാളിയാകുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ആമേൻ, ഹൃദയം പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് കാരാഗ്രഹത്തിനകത്ത് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞത് ആമേൻ, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും പകയ്ക്കുന്നവരുടെ പക്കൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിരിക്കുന്നത്, അർദ്ധരാത്രിക്ക് അവർ പാടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഒരു വാതിൽ തുറന്നതല്ല, എല്ലാ വാതിലുകളും തുറക്കത്തക്ക നിലയിൽ ദൈവശക്തി കാരാഗ്രഹത്തിനകത്ത് വ്യാപരിക്കപ്പെട്ടു എന്ന്. ശത്രു എത്ര പ്രബലനായി കാരാഗ്രഹത്തിനകത്ത് അടച്ചാലും കാരാഗ്രഹത്തിന്റെ സകല വാതിലുകളെയും തുറക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ നാം മറന്നു പോകരുത്. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു, ചങ്ങലക്കാർ ഓടിയിരിക്കുമെന്ന് ഊഹിച്ച വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. പ്രിയരെ, ആമേൻ, അവിടെ എഴുതിയിരിക്കുന്നത്, ആ സമയത്ത് പൗലോസ് നാവ് തുറക്കാനിടയായി തീർന്നു. പൗലോസ് സംസാരിക്കാനായി തുടങ്ങി, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന്. അവന് ദോഷം വരുന്നത് കാണുവാനല്ല പൗലോസ് ആഗ്രഹിച്ചത്. അവൻ തകരട്ടെ, മിണ്ടാതിരിക്കാമെന്നല്ല ചിന്തിച്ചത്. ആ പ്രതികൂലം താൻ അനുഭവിക്കുമ്പോഴും അതിന് കാരണമായ കാരാഗ്രഹ പ്രമാണി തകരരുത് എന്ന് പറഞ്ഞിട്ട്, ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, നിത്യനരകത്തിൽ എത്തിച്ചേരരുത് എന്ന് ചിന്തിച്ചിട്ട് പൗലോസ് പറയുകയാ, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. പ്രിയരെ, താഴോട്ട് നമ്മൾ വായിച്ചറിയാം, വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു, വലിയ ആത്മശക്തി വ്യാപരിക്കപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രരായി പുറത്തു വരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും പകയ്ക്കുന്നവരുടെ പക്കൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാവിലെ ചലിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇറങ്ങി വലിയ അത്ഭുതങ്ങൾ നടക്കാനായി പോകുക. പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം ഓരോരുത്തരെയും വിടുവിക്കട്ടെ, സഹായിക്കട്ടെ, രക്ഷിക്കട്ടെ, അത്ഭുതം ചെയ്യട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.